അപ്പോൾ ആദ്യം തന്നെ പറയാം, എനിക്ക് പനിയാണ്, എൻ്റെ ശബ്ദം അടച്ചിരിക്കുകയാണ്. പക്ഷേ നിങ്ങൾക്ക് എക്സാം അങ്ങ് അടുത്തെത്തിയപ്പോൾ നമുക്ക് കുറച്ച് നിങ്ങൾക്ക് ജയിക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ ഒരു പൊളിറ്റിക്കൽ സയൻസ് എക്സാമിനേഷനിൽ ഒരു 70% മാർക്ക് നിങ്ങൾക്ക് തരാൻ പറ്റുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ തരാം. ഇത്രയും ക്വസ്റ്റ്യൻസ് പഠിച്ചിട്ട് പോകാൻ നോക്കുക. ഇതെങ്കിലും തറവായിട്ട് പഠിക്കാനായിട്ട് നോക്കുക. അപ്പം ആദ്യത്തെ ചാപ്റ്റർ 3 ഇതിനകത്ത് നിന്ന് നിങ്ങൾ മര്യാദയ്ക്ക് പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു 5 മാർക്കോളം ഏൺ ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു ചാപ്റ്ററാണ്. ഇതിൽ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ വരാം: ഡിഫറൻസ് ബിറ്റ്വീൻ സ്റ്റേറ്റ് ആൻഡ് ഗവൺമെൻറ്, അല്ലെങ്കിൽ ഡിഫറൻസ് ബിറ്റ്വീൻ സൊസൈറ്റി ആൻഡ് സ്റ്റേറ്റ്, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരാനായിട്ടുള്ളത്. ഇതൊക്കെ പ്രീവിയസ് ഇയർ ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ്. ഇങ്ങനെ ഏതെങ്കിലും ഒരു രീതിയിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അപ്പോൾ നമുക്ക് ആദ്യം എന്ത് ചെയ്യണം, ആ ഡിഫറൻസുകൾ, ആ 4 ഡിഫറൻസുകൾ ഒന്ന് അറിഞ്ഞിരിക്കണം. അപ്പം നമുക്ക് ആദ്യമേ അറിയാം, സൊസൈറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കൂട്ടം ആളുകൾ ഒരു പ്രത്യേക വിഭാഗത്തിൽ ജീവിക്കുന്നതിനെ നമ്മൾ സൊസൈറ്റി അല്ലെങ്കിൽ സമൂഹം എന്ന് പറയുന്നു. സ്റ്റേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിരവധി സൊസൈറ്റികൾ ചേരുന്നതിനെ നമ്മൾ സ്റ്റേറ്റ് എന്ന് പറയുന്നു. പിന്നെ അടുത്ത് വരുന്നത് അസോസിയേഷനാണ്. അസോസിയേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ഉദ്ദേശത്തോട് കൂടിയിട്ട് ജനങ്ങൾ രൂപീകരിക്കുന്ന ഒന്നാണ് അസോസിയേഷൻ എന്ന് പറയുന്നത്. പിന്നെ ഉള്ളത് ഗവൺമെൻറ് എന്തോന്നാണ്, നമ്മുടെ രാജ്യത്തിനെ ശരിയായ രീതിയിൽ നയിക്കാനായിട്ട് സഹായിക്കുന്ന ഒന്നാണ് ഗവൺമെൻറ്. അടുത്ത് വരുന്ന നാഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരേ സംസ്കാരവും ഒരേ ചരിത്രമൊക്കെ ഉള്ള ആളുകൾ തമ്മിൽ താമസിക്കുന്ന രാജ്യം. എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യ. അപ്പം ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഇതിനകത്ത് വരുന്നത്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം, ഇതിൻ്റെയൊക്കെ ഡിഫറൻസുകൾ പഠിച്ചു വെച്ചേക്കണം. 3 മാർക്കിനും 5 മാർക്കിനൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഒരു 3 പേജ് നിങ്ങൾ എഴുതിയിരിക്കണം. ഇപ്പോഴേ പറയുകയാണ്, 5 മാർക്കിനിപ്പം സ്റ്റേറ്റും സൊസൈറ്റിയും തമ്മിലൊരു ക്വസ്റ്റ്യൻ വന്നാൽ നിങ്ങൾ എങ്ങനെ എഴുതണമെന്ന് ചോദിച്ചാൽ ആദ്യം സ്റ്റേറ്റ് എന്തോന്നാണെന്ന് മീനിങ് എഴുതണം, സൊസൈറ്റി എന്തോന്നാണെന്ന് മീനിങ് എഴുതണം, പിന്നെ കോളം വരച്ചിട്ട് അറിയാമെന്നുള്ള മീനിങ് എഴുതണം, അല്ലെങ്കിൽ പോയിൻ്റ് ആക്കിയിട്ട് നല്ല രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതാനായിട്ട് നോക്കുക. ഇത്രയേ ഉള്ളൂ ചാപ്റ്റർ 3 നിങ്ങൾ പഠിക്കേണ്ടത്. അപ്പം ഈ ചാപ്റ്റർ 3 ഈ 4 ഡിഫറൻസുകൾ നിങ്ങൾ പഠിച്ചു വയ്ക്കുക. ഇനി നമുക്ക് ചാപ്റ്റർ 4 കിടക്കാം. അപ്പോൾ 4ാമത്തെ ചാപ്റ്റർ എന്ന് വെച്ചാൽ നമുക്കറിയാം മേജർ പൊളിറ്റിക്കൽ തിയറീസ്. ഇതിനകത്ത് മെയിനായിട്ട് പഠിക്കാനായിട്ടുള്ള ലിബറലിസം എന്തോന്നാണ്, അതിൻ്റെ ലിമിറ്റേഷൻസ് എന്തോന്നാണ്. ലിബറലിസം എന്ന് വെച്ചാൽ നമുക്കറിയാം അതൊരു ലാറ്റിൻ വേർഡായിട്ട് നിന്ന് ഡിറൈവ് ചെയ്ത് വന്നിട്ടുള്ളതാണ്. അതൊന്ന് പഠിച്ചു വെച്ചേക്കണം. ചിലപ്പോൾ 1 മാർക്കിന് ചോദിക്കാം ഏത് വേർഡിൽ നിന്ന് ഡിറൈവ് ചെയ്തിട്ടുള്ളതാണെന്നുള്ളത്. അപ്പം ഒരു രാജ്യത്ത് ജനങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന സിദ്ധാന്തമാണ് ലിബറലിസം. പക്ഷേ അതിന് ഒരുപാട് നെഗറ്റീവ്സും ഉണ്ട്. അതാണ് നമുക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ളൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ലിബറലൈസേഷൻ എന്ന് പറയുമ്പോൾ രാജ്യത്തിനകത്ത് ജനങ്ങൾക്കായിരിക്കും പ്രാധാന്യം. അങ്ങനെ ജനങ്ങൾക്ക് പ്രാധാന്യം വന്നിട്ടുണ്ടെങ്കിൽ എന്താണ്, ഗവൺമെൻറ് റോള് കുറയും. ഗവൺമെൻറ് റോള് കുറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങൾ തന്നിഷ്ടപ്രകാരം നടക്കും. അക്രമങ്ങൾ, ക്രിമിനൽസ്, അങ്ങനെയുള്ള ഒരുപാട് ആളുകളും ഉണ്ടാകും. അങ്ങനെ വരുമ്പോൾ തന്നെ എന്താണ്, രാജ്യം തകർച്ചയിലേക്ക് പോകും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് എന്താണ് ക്രിറ്റിസിസത്തിൻ്റെ അകത്ത് എഴുതാനായിട്ടുണ്ട്. അപ്പം ലിബറലിസം എന്തോന്നാണെന്നുള്ളൊരു മീനിങ് ഉറപ്പായിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ചാപ്റ്ററാണ് ആ ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത്. പിന്നെ അടുത്ത് നിങ്ങൾ പഠിക്കേണ്ടതെന്ന് വെച്ചാൽ മാർക്സിസത്തിൻ്റെ തിയറീസ്. മാർക്സിസം എന്താണെന്ന് നമുക്കറിയാം. എന്താണ്, കാറൽ മാർക്സും എംഗൽസും കൂടി വിഭാവനം ചെയ്തിട്ടുള്ള സിദ്ധാന്തമാണ്. അതിൻ്റെ അകത്ത് കാറൽ മാർക്സും എംഗൽസും ഇൻട്രൊഡ്യൂസ് ചെയ്ത 2 ബുക്കുണ്ട്. ഒന്നെന്ന് പറയുമ്പോൾ മൂലധനം, പിന്നെ വേറൊരു കാരണം കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ. ഇതൊക്കെ 1 മാർക്കിന് ചോദിക്കാൻ ചാൻസുള്ള ക്വസ്റ്റ്യൻ ആണ്. പിന്നെ ഓർത്ത് വെക്കാനായിട്ടുള്ള തിയറി എന്താണെന്ന് വെച്ചാൽ കാറൽ മാർക്സിൻ്റെ എംഗൽസിൻ്റെ സൊസൈറ്റി എന്ന് പറയുന്നത് ഉള്ളവനെ ഇല്ലാത്തവനെ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുണ്ടാക്കുന്ന ഒരു സൊസൈറ്റിയാണ്. കയ്യിലുള്ള സമ്പത്ത് എല്ലാ ആളുകൾക്കും ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു പ്രശ്നം പരിഹരിക്കാമെന്ന് ആര് കണ്ടെത്തി, എംഗൽസും കാറൽ മാർക്സും കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. അത് ഓർത്ത് വെച്ചേക്കുക. പിന്നെ ലിബറലിസം എന്തോന്നാണ്, അതിൻ്റെ വീക്ക്നെസ്, കാര്യങ്ങൾ പഠിച്ചു വെച്ചേക്കുക. ഇനി നമുക്ക് ഏറ്റവും കൂടുതൽ പഠിക്കാനായിട്ട് പോകുന്നൊരു ചാപ്റ്റർ എന്ന് പറയുന്നത് ചാപ്റ്റർ 6 ആണ്, ഫണ്ടമെൻ്റൽ റൈറ്റ്. ആദ്യം ഫണ്ടമെൻ്റൽ റൈറ്റ് എന്താണെന്നുള്ളതും 6 ഫണ്ടമെൻ്റൽ റൈറ്റ്സും നല്ല തറവായിട്ട് പഠിച്ചു വെച്ചേക്കുക. ഒന്നുകിൽ 6 ഒരുമിച്ച് ചോദിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരെണ്ണം എടുത്തിട്ട് എസ്സേ ആയിട്ട് ചോദിക്കാം. അപ്പോൾ ഈ ഫണ്ടമെൻ്റൽ റൈറ്റ് എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം. എന്താണ്, ഒരു കൂട്ടം അവകാശങ്ങളാണ് നമ്മുടെ സൊസൈറ്റിയിലെ പൗരന്മാർക്ക് ഉറപ്പ് നൽകുന്ന ഒരു കൂട്ടം അവകാശങ്ങളാണ്. റൈറ്റ് ഇക്വാലിറ്റി എന്ന് പറയുമ്പം എന്താണ്, നമ്മുടെ നിയമത്തിന് മുമ്പിൽ നമ്മളെല്ലാവരും ഒന്നാണ്. റൈറ്റ് ടു ഫ്രീഡം എന്ന് വെച്ചാൽ കുറേ ഫ്രീഡത്തിൻ്റെ അവകാശങ്ങൾ നമുക്ക് പറയുന്നുണ്ട്. അതായത് നമുക്ക് പുറത്ത് പോകാൻ, ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാൻ, ഇഷ്ടമുള്ള പോലെ സമ്മേളിക്കാൻ, സംസാരിക്കാൻ, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ. പിന്നെ റൈറ്റ് അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരെങ്കിലും പീഡിപ്പിക്കുന്നതായിട്ട് കണ്ടു കഴിഞ്ഞാലും, ആരെങ്കിലും ചൈൽഡ് ലേബർ അങ്ങനെയുള്ള എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ എന്തായാലും തിരിച്ച് പ്രതികരിക്കാനുള്ള അവകാശം നമുക്കുണ്ട്. പിന്നെ ഫ്രീഡം ഓഫ് റിലീജിയൻ, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഒരു റിലീജിയനെ പറ്റിയിട്ടും പറയുന്നില്ല, പക്ഷെ നമുക്ക് ഇഷ്ടമുള്ള റിലീജിയൻ ചൂസ് ചെയ്യാം. കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷൻ റൈറ്റ് എന്ന് വെച്ചാൽ നമുക്ക് സാംസ്കാരികമായിട്ടും വിദ്യാപരമായിട്ടുള്ള അവകാശങ്ങളാണ് അതിനകത്ത് വരുന്നത്. പിന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ റെമഡീസ് 6ാമത്തതും എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പരിഹാര മാർഗ്ഗങ്ങളാണ്. ഇതിൽ മുകളിൽ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ഒരു ഫണ്ടമെൻ്റൽ റൈറ്റ് വൈലേക്കപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിയമത്തിൻ്റെ സഹായത്തോട് കൂടിയിട്ട് അത് വാങ്ങിക്കാനായിട്ടുള്ള അവകാശം ഉണ്ട്. അത്രയേ ഉള്ളൂ. പിന്നെ അടുത്ത് വരുന്നത്
അടുത്ത് വരുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫണ്ടമെൻ്റൽ റൈറ്റ്സും DPSP തമ്മിലുള്ള ഡിഫറൻസുകൾ എപ്പോഴും ചോദിക്കുന്നൊരു ക്വസ്റ്റ്യനാണ്. അപ്പം അടുത്തൊരു ചാപ്റ്ററാണ് DPSP എന്ന് പറയുന്നത്. DPSP എന്ന് വെച്ചാൽ എന്താണ്? ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് എ സ്റ്റേറ്റ് പോളിസി. അതിനെയാണ് നമ്മൾ DPSP എന്ന് പറയുന്നത്. അപ്പം അതിനകത്ത് എന്ന് പറയുമ്പോഴത്തേന് രാജ്യം പൗരന്മാർക്ക് ഉറപ്പ് നൽകുന്ന അവകാശങ്ങളല്ല DPSPക്കകത്ത് വരുന്നത്. അതായത് നിർദ്ദേശിക്കുന്ന തത്വങ്ങളാണ്. അതുകൊണ്ടാണ് നമ്മൾ നിർദ്ദേശക തത്വങ്ങൾ എന്ന് പറയുന്നത്. അപ്പം രാഷ്ട്രം പൗരന്മാർക്ക് നിർദ്ദേശിക്കുന്ന തത്വങ്ങളാണ് നിർദ്ദേശക തത്വത്തിൻ്റെ അകത്ത് വരുന്നത്. അപ്പം ഈ നിർദ്ദേശക തത്വവും നമ്മുടെ ഫണ്ടമെൻ്റൽ റൈറ്റും തമ്മിലുള്ള ഡിഫറൻസ് ചോദിച്ചു കഴിഞ്ഞാൽ നന്നായിട്ട് എഴുതാനായിട്ട് നോക്കാം. പിന്നെ ഒരു വർഷത്തെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഞാൻ കണ്ടിട്ടുണ്ട്. എന്താണ് ലിബറൽ ഓർ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി ഇൻ്റലക്ച്വൽ പ്രിൻസിപ്പിൾസ് ഓഫ് എ DPSP എന്ന് വെച്ച് കഴിഞ്ഞാൽ DPSPക്കകത്ത് വരുന്ന ഉദാരവും മാറ്റുള്ള തത്വം എന്തോന്നാണ്, അതാണ് ചോദിച്ചേക്കുന്നത്. അപ്പം അതിനകത്ത് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ആളുകൾക്കും സ്വാതന്ത്ര്യം നൽകുക, എല്ലാ ആളുകൾക്കും സമാധാനം ഉറപ്പാക്കുക, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ്. യൂണിഫോം സിവിൽ കോഡ് എന്ന് പറയും. എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ആളുകൾക്കും എല്ലാം ഒരേപോലെ നൽകുക. പിന്നെ 6 തൊട്ട് 14 വരെയുള്ള കുട്ടികൾക്ക് നിർബന്ധിതമായിട്ടുള്ള എഡ്യൂക്കേഷൻ കൊടുക്കുക, അന്താരാഷ്ട്ര സമാധാനവും സമത്വവും നിലനിർത്തുക. ഇതൊക്കെയാണ് ഈ ലിബറൽ ഓർ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടിക്കകത്ത് വരുന്നത്. അതൊന്ന് നോക്കി വെച്ചേക്കാം കേട്ടോ. പിന്നെ വരുന്നതെന്ന് പറയുമ്പോൾ നമ്മുടെ ചാപ്റ്റർ 8 ഇന്ത്യൻ ഫെഡറലിസം. എൻ്റെ വോയിസ് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്, ആർക്കൊന്നും തോന്നരുത്. അപ്പോൾ ഫെഡറലിസം എന്ന് പറയുന്ന ആ ഒരു ചാപ്റ്ററിനകത്ത് നമുക്ക് പഠിക്കാനായിട്ടുള്ളത് നമ്മുടെ ഗവൺമെൻറ്റിനെ പറ്റിയിട്ടാണ്. അപ്പം നമുക്കറിയാം ഫെഡറലിസം എന്ന് വെച്ചാൽ നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ്റും സംസ്ഥാന ഗവൺമെൻറ്റും ഒരുമിച്ചാണ് നമ്മുടെ ഇന്ത്യനെ ഭരിക്കുന്നത്. അതിനെ നമ്മൾ ഫെഡറലിസം എന്ന് പറയുന്നുണ്ട്. അതിൻ്റെ ഫീച്ചേഴ്സ് എല്ലാം ഒന്ന് പഠിച്ചു വെച്ചേക്കാം. നമുക്കറിയാം നമുക്ക് 2 ലെവൽ ഓഫ് ഗവൺമെൻറ്റാണുള്ളത്. ഏതൊക്കെയാണ്? സ്റ്റേറ്റ് ഗവൺമെൻറ്റും സെൻട്രൽ ഗവൺമെൻറ്റും. ഇപ്പം നമുക്ക് റിട്ടേൺ കോൺസ്റ്റിറ്റ്യൂഷനാണുള്ളത്, അതായത് നമുക്ക് എഴുതപ്പെട്ടിട്ടുണ്ടായ ഭരണഘടനയാണുള്ളത്. പിന്നെ ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യനാണ് സെൻട്രൽ ഗവൺമെൻറ്റും സ്റ്റേറ്റ് ഗവൺമെൻറ്റും തമ്മിലുള്ള റിലേഷൻസ് എന്തൊക്കെയാണെന്നുള്ളത്. അപ്പം ഒന്നാമത്തെ റിലേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്കിടയിൽ ലെജിസ്ലേറ്റീവ് റിലേഷൻ, നിയമങ്ങൾ നിർമ്മിക്കാനായിട്ട് രണ്ടുപേരും കൂടെ ചേർന്നിട്ടാണ്. പിന്നെ അഡ്മിനിസ്ട്രേറ്റീവ് റിലേഷൻസ് എന്ന് വെച്ചാൽ ഭരണപരമായിട്ടുള്ള കാര്യങ്ങൾ രണ്ടുപേരും കൂടെ ഒരുമിച്ച് ചേർന്നിട്ടാണ് പ്രവർത്തിക്കുന്നത്. പിന്നെ ഫിനാൻഷ്യൽ റിലേഷൻസ് അറിയാലോ, സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങളും ഇവർ ഒരുമിച്ചിരുന്നാണ് ഉണ്ടാക്കുന്നത്. അത്രയും കാര്യങ്ങളൊക്കെയാണ് അതിനകത്ത് മെയിനായിട്ട് വരുന്നത്. പിന്നെ വരുന്ന നമ്മൾ 9ാമത്തെ ചാപ്റ്ററാണ് എമർജൻസി പ്രൊവിഷൻസ്. നമ്മൾ ഏറ്റവും കൂടുതൽ പഠിച്ചൊരു ചാപ്റ്ററാണ്. എന്താണ് അടിയന്തരാവസ്ഥ? എന്താണ്? രാജ്യത്ത് യുദ്ധമോ ക്ഷാമമോ കലാപമോ ഒക്കെ വരുന്ന സാഹചര്യത്തിൽ ഗവൺമെൻറ് പുറപ്പെടുവിക്കുന്ന ഒന്നാണ് അടിയന്തരാവസ്ഥ എന്ന് പറയുന്നത്. 3 തരത്തിലാണുള്ളത്. ഒന്ന് നാഷണൽ എമർജൻസി എന്ന് പറയുമ്പോൾ എന്താണ്? രാജ്യത്തിൻ്റെ അകത്ത് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ വരുന്ന സമയത്ത് ആർട്ടിക്കിൾ 352 പ്രകാരം ഡിക്ലെയർ ചെയ്യുന്ന ഒരു സംഭവമാണ്. പിന്നെ വരുന്നത് ഫിനാൻഷ്യൽ എമർജൻസിയാണ്. അതായത് സാമ്പത്തികപരമായിട്ടുള്ള രീതിയിൽ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ വരുന്ന സാഹചര്യത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ ഗവൺമെൻറ് എംപ്ലോയീസിൻ്റെ സാലറി വെട്ടിക്കുറച്ചുകൊണ്ട് ആ ഒരു പ്രശ്നം അഭിമുഖീകരിക്കുന്നതാണ് സാമ്പത്തികമായിട്ടുള്ള എമർജൻസി എന്ന് പറയുന്നത്. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ പഠിക്കാനായിട്ടുണ്ട്. അത് പഠിച്ച് വെച്ചേക്കുക കേട്ടോ. ഇതിനകത്ത് അനലൈസ് എനി വൺ റെക്കമെൻഡേഷൻ ഓഫ് ദ കമ്മിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മറ്റേ സെൻട്രലും സ്റ്റേറ്റും തമ്മിലുള്ള റിലേഷൻ വരുന്ന ആ ഒരു ക്വസ്റ്റ്യനാണ് കേട്ടോ. പിന്നെ വരുന്നതാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട യൂണിയൻ എക്സിക്യൂട്ടീവ്സ്. യൂണിയൻ എക്സിക്യൂട്ടീവ്സിൽ 5 ഹെഡ്സ് ഉണ്ട്. ആരൊക്കെയാണ്? പ്രസിഡൻറ്റ്, വൈസ് പ്രസിഡൻറ്റ്, കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ അതിനകത്ത് വരുന്നുണ്ട്. അതൊന്ന് പഠിച്ചു വെച്ചേക്കുക. യൂണിയൻ എക്സിക്യൂട്ടീവ്സിനകത്ത് ഓരോ ആളുകളുടെ റോളും കാര്യങ്ങളും പഠിച്ചു വെച്ചേക്കുക. ഇതിലിപ്പോൾ ചോദിച്ചേക്കുന്ന ഒരു കുറേ വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു ക്വസ്റ്റ്യനാണ്, എന്താണ് കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റി? ചിലപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻ വീണ്ടും നിങ്ങൾക്ക് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പം കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം കുറേ ക്യാബിനറ്റ് മെമ്പേഴ്സ് ഉണ്ട്. അപ്പം അവരെല്ലാവരും കൂടെ ചേർന്നിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഒരുപാട് കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. അതിനെയാണ് കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റീസ് എന്ന് പറയുന്നത്. പിന്നെ അടുത്ത് വരുന്ന പ്രസിഡൻറ്റിൻ്റെ എക്സിക്യൂട്ടീവ്സ് പവർ, നിർമ്മാണ പവർ, അതേപോലെ തന്നെ ലെജിസ്ലേറ്റീവ് പവർ, നടപ്പിലാക്കൽ പവർ. അതൊക്കെ എന്തോന്നാണെന്നുള്ളത് ഞങ്ങൾ ആ ചാപ്റ്റർ പറഞ്ഞ സമയത്ത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അത് പഠിച്ചു വെച്ചേക്കുക. പിന്നെ വൈസ് പ്രസിഡൻറ്റിൻ്റെ ഫങ്ഷൻസ് ചോദിച്ചിട്ടുണ്ട്. നമുക്കറിയാം പ്രസിഡൻ്റ് ഇല്ലാത്ത സമയത്ത് കാര്യങ്ങളൊക്കെ നോക്കുന്നത് ആരായിരിക്കും? നമ്മുടെ വൈസ് പ്രസിഡൻ്റ് ആയിരിക്കും. അപ്പം വൈസ് പ്രസിഡൻറ്റിനെ നമ്മൾ വേറൊരു പേര് കൂട്ടി വിളിക്കാറുണ്ട്. എന്താണ് അവരുടെ പേര്? എന്താണ് വൈസ് പ്രസിഡൻറ്റിൻ്റെ ഒരു പേര്? ആ പേരെന്താണെന്ന് പഠിച്ചു വെച്ചേക്കുക. പിന്നെ പുള്ളിക്കാരൻ ലോകസഭയിലെ മെമ്പറായിരിക്കും. അതേപോലെ തന്നെ എന്താണ് പുള്ളിക്കാരൻ്റെ ബാക്കി എല്ലാ കാര്യങ്ങളും നമ്മൾ സെയിം തന്നെയാണ്. പ്രസിഡൻറ്റും വൈസ് പ്രസിഡൻറ്റും എല്ലാ കാര്യങ്ങളും സെയിം തന്നെയാണ്. ഏജും കൂടി ഒന്ന് ഓർത്ത് വച്ചേക്കുക കേട്ടോ. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ, അവരുടെ ഉത്തരവാദിത്തങ്ങളും കൂടി. പിന്നെ നമുക്ക് നോക്കാനായിട്ട് പിന്നെയുള്ള അടുത്തൊരു ചാപ്റ്റർ എന്ന് പറയുമ്പോൾ നമ്മുടെ പാർലമെൻറ്റാണ്. അപ്പം പാർലമെൻറ്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ലോകസഭയും രാജ്യസഭയും. അതിനകത്ത് അംഗങ്ങളുടെ എണ്ണം ഓർത്ത് വെച്ചേക്കുക. ലോകസഭയിൽ എത്ര പേരാണുള്ളത്, രാജ്യസഭയിൽ എത്ര പേരാണുള്ളതെന്നുള്ള അംഗസംഖ്യ ഓർത്ത് വയ്ക്കാനായിട്ട് നിങ്ങൾ നോക്കുക കേട്ടോ. പിന്നെ അവരുടെ ഫങ്ഷൻസും അവരുടെ ഇലക്ഷൻസും ഒന്ന് നോക്കി വെച്ചേക്കുക.
അടുത്ത് വരുന്ന ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് നമ്മുടെ ചാപ്റ്റർ 12 ആണ് സുപ്രീം കോടതി എന്തോന്നാണെന്നുള്ളതും സുപ്രീം കോടതിയിൽ എത്ര ആളുകളാണുള്ളത് 33 ജഡ്ജും ഒരു ചീഫ് ജസ്റ്റിസും ആണുള്ളത്. അവരുടെ ഓരോ പവേഴ്സും പഠിച്ചു വെച്ചേക്കുക. ഒറിജിനൽ ജൂറിസ്ഡിക്ഷൻ എന്ന് വെച്ചാൽ എന്താണ്? നമ്മുടെ തനത്തധികാരം എന്നാണ് പറയുന്നത്. അതായത് ഡിസ്പ്യൂട്ടുകൾ തമ്മിൽ പരിഹരിക്കാനായിട്ടുള്ള അവകാശങ്ങൾ. അപ്ലൈഡ് ജൂറിസ്ഡിക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രിമിനൽ കേസുകൾ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുന്ന പവേഴ്സ്. അങ്ങനെയുള്ള അവരുടെ പവേഴ്സ് എന്തോന്നാണെന്നുള്ളതും കോർട്ട് ഓഫ് റെക്കോർഡ് എന്തോന്നാണെന്നുള്ളതും ഒന്ന് ഓർത്ത് വെച്ചേ. കോർട്ട് ഓഫ് റെക്കോർഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സുപ്രീം കോടതിയിൽ വാദിച്ച കേസുകളെല്ലാം സൂക്ഷിക്കുന്നത് എവിടെയായിരിക്കും? സുപ്രീം കോടതിക്കകത്ത് തന്നെയായിരിക്കും. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ഓർത്ത് വെച്ചേക്കാനായിട്ട് നോക്കുക. പിന്നെ 15ാമത്തെ ചാപ്റ്ററിൽ നിന്ന് അങ്ങനെ ഒന്നും വന്നിട്ടില്ല ഹൈക്കോടതി. പക്ഷേ എന്നാലും നിങ്ങൾ ഹൈക്കോടതിയിൽ എത്ര ആളുകളുണ്ട്, ഹൈക്കോടതിയുടെ കോമ്പോസിഷൻസ് എന്താണ്, ഹൈക്കോടതിയുടെ ഫങ്ഷൻസ് എന്താണെന്നുള്ള ഒരു കുഞ്ഞതായിട്ടൊന്ന് പഠിച്ചു വെച്ചേക്കാം. ആളുകൾ എത്രയുള്ളതാണെന്നൊക്കെ ഉള്ളത് പഠിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു 1 മാർക്ക് ക്വസ്റ്റ്യൻസൊക്കെ അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളും കൂടി നിങ്ങൾ നോക്കി വെച്ചേക്കാം. പിന്നെ അടുത്ത് വരുന്ന ചാപ്റ്റർ എന്ന് പറയുമ്പോൾ ചാപ്റ്റർ 16 എന്താണ് ലോക്കൽ ഗവൺമെൻറ്, അതേപോലെ അർബൻ ആൻഡ് റൂറൽ. ലോക്കൽ ഗവൺമെൻറ് എന്ന് വെച്ചാൽ നമുക്ക് എന്താണെന്ന് അറിയാം, മുനിസിപ്പാലിറ്റി അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ആ ഒരു ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം ആ സംഭവങ്ങൾ എന്തോന്നാണെന്നുള്ളത് അറിഞ്ഞിരിക്കുക. മാത്രമല്ല എവിടെ നിന്നൊക്കെയാണ് ഇവർക്ക് ആവശ്യമായിട്ടുള്ള ഇൻകങ്ങൾ കിട്ടുന്നത്. ഇൻകം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തോന്നാണ്? പൈസ. അതായത് ഇവർ ഭരിക്കാനായിട്ട് ആവശ്യമായിട്ടുള്ള പൈസകൾ എവിടെ നിന്നാണ് കിട്ടുന്നത് അതൊന്ന് പഠിച്ചു വെച്ചേക്കുക. പഞ്ചായത്ത് അതിൻ്റെ ധർമ്മങ്ങളും പഠിച്ചു വെച്ചേക്കുക. കാരണം ഇതൊക്കെ നമ്മൾ പ്രീവിയസ് ഇയറിൽ ഒരുപാട് പഠിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസാണ്. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും എടുത്ത് പറയാത്തത്. നിങ്ങൾ എൻ്റെ പൊളിറ്റിക്കൽ സയൻസിൻ്റെ ഒരു ഇതിനകത്ത് കയറിയിട്ട് വീഡിയോസ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാവും. അപ്പം അതെടുത്ത് ഒന്നുകൂടി കേൾക്കാൻ പറ്റുന്ന ആളുകൾ ഒന്നുകൂടി കേൾക്കാനായിട്ട് നോക്കുക. അത്രയും കാര്യങ്ങളാണ് അതിനകത്ത് വരുന്നത്. എല്ലാം നമ്മൾ ഇൻ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറഞ്ഞു തന്നിട്ടുണ്ട്. അതാണ് ഞാൻ കൂടുതൽ ഒന്നുകൂടി പറയാത്തത്. പിന്നെ അടുത്ത് മുനിസിപ്പാലിറ്റീസിൻ്റെ ധർമ്മങ്ങളും കൂടി നോക്കി വെച്ചേക്കാം കേട്ടോ. പിന്നെ ചോദിക്കാൻ ചാൻസുള്ള 21ാമത്തെ ചാപ്റ്ററാണ്. അതിനകത്ത് എന്താണ് പബ്ലിക് ഒപ്പീനിയൻ, അതായത് ജനങ്ങളുടെ അഭിപ്രായം. ഹിൻഡ്രൻസ് ഓഫ് പബ്ലിക് ഒപ്പീനിയൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ജനങ്ങൾക്ക് നല്ല രീതിയിൽ അഭിപ്രായം പറയാൻ പറ്റാത്ത സാഹചര്യങ്ങൾ എന്തൊക്കെയാണ്, എന്തൊക്കെ സാഹചര്യങ്ങളായിരിക്കാം? എഡ്യൂക്കേഷൻ കുറവായത് കൊണ്ടായിരിക്കാം, അത് മാത്രമല്ല അവർക്ക് അതുമായി ബന്ധപ്പെട്ട് ഇൻട്രസ്റ്റ് ഇല്ലാത്തത് കൊണ്ടായിരിക്കാം, പോവർട്ടി ഉള്ളതുകൊണ്ടായിരിക്കാം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അതിനകത്ത് എഴുതാൻ പറ്റും. അത് എസ്എ ക്വസ്റ്റ്യന് ചോദിക്കുന്നതാണ്. ഇത് കറക്റ്റ് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. നോക്കി നിങ്ങൾ പഠിക്കുക. നോട്ട് കിട്ടാത്ത ആളുകൾ എന്ത് ചെയ്യുക, എൻ്റെ യൂട്യൂബ് ചാനൽ കാണും, അതിന് നോക്കിയിട്ട് അങ്ങോട്ട് പഠിക്കാൻ നോക്കുക. പിന്നെ അടുത്ത് വരുന്ന 23ാമത്തെ ചാപ്റ്റർ എൻവയോൺമെൻറ്റൽ അവെയർനെസ് ആണ്. അതിനകത്ത് എന്താണ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്, അതായത് സുസ്ഥിര വികസനം. പ്രകൃതിക്ക് യാതൊരു തരത്തിലൊരു പ്രശ്നം ഉണ്ടാകുന്നുമില്ല, നമുക്ക് എന്തും കിട്ടുന്നു, വികസനവും കിട്ടുന്നു. അതിനെ നമ്മൾ എന്തെന്ന് പറയുന്നു? സുസ്ഥിര വികസനമെന്ന് പറയുന്നുണ്ട്. പിന്നെ അടുത്ത് ചോദിക്കാൻ ചാൻസ് ഉള്ളതെന്ന് വെച്ചാൽ എൻവയോൺമെൻറ്റൽ പ്രോബ്ലംസ്. ഇപ്പോൾ നമ്മൾ എൻവയോൺമെൻറ്റിൽ നേരിടുന്ന ഒരുപാട് പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, അതുമായി നമുക്ക് എങ്ങനെ അഭിമുഖീകരിക്കാം, അതിൻ്റെ അവെയർനെസ് എന്തൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങൾ നന്നായിട്ട് പഠിക്കാനായിട്ട് നോക്കുക. പിന്നെ വരുന്നതെന്ന് പറയുമ്പോൾ ഗുഡ് ഗവേണൻസ്, അതായത് നല്ല ഭരണം. ജനങ്ങൾക്ക് അവർക്കനുസരിച്ച് നല്ല രീതിയിൽ ഭരണം കാഴ്ചവെക്കുന്നതിനെയാണ് നമ്മൾ നല്ല ഭരണം എന്ന് പറയുന്നത്. അതിൻ്റെ തടസ്സങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ നമുക്കറിയാം, അഴിമതി, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ അതിൻ്റെ തടസ്സമായിട്ട് വരാം. അതുകൂടി നിങ്ങൾ പഠിച്ചു വെക്കാനായിട്ട് നോക്കുക. പിന്നെ വരുന്ന ചാപ്റ്റർ 25 ആണ് ഹ്യൂമൻ റൈറ്റ്, അതായത് മനുഷ്യാവകാശങ്ങൾ എന്ന് പറയുന്നത്. എന്താണ് നാഷണൽ ഹ്യൂമൻ റൈറ്റ് കമ്മീഷൻ, അതായത് മനുഷ്യാവകാശ കമ്മീഷൻ എന്തോന്നാണെന്നുള്ളത് അതിൻ്റെ കാര്യങ്ങൾ കൂടി പഠിച്ച് എന്താണ് ചെയ്ത് വെക്കാനായിട്ട് നോക്കുക. അതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മേഖലയാണ്, നിങ്ങൾക്ക് ഉറപ്പായിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. പിന്നെ എന്താണ് ഹ്യൂമൻ റൈറ്റ് എന്നും അതിൻ്റെ അകത്ത് വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നും അതിൻ്റെ ഇവല്യൂഷൻസും കുറേ മാഗ്ന കാർട്ടാസ് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്, അതും കൂടി ചെയ്യുക. പിന്നെ 26ാമത്തെ ഒരു ചാപ്റ്ററാണ് ഇന്ത്യൻ ഫോറിൻ പോളിസി. അപ്പോൾ എന്താണ് ഇന്ത്യയുടെ ഫോറിൻ പോളിസി, അതായത് ഇന്ത്യ എന്ന് പറയുന്നത് ബാക്കിയുള്ള രാജ്യങ്ങളുമായിട്ട് വളരെയധികം സമാധാനമായിട്ട് മുമ്പോട്ട് പോകുന്ന ഒരു രാജ്യമാണ്. ആരുമായിട്ടും യാതൊരു പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇന്ത്യക്കില്ല. അതിനെയാണ് നമ്മൾ നമ്മുടെ ഇന്ത്യയുടെ എന്ന് പറയുന്നത് ഒരു ഫോറിൻ പോളിസി എന്ന് പറയുന്നത്. പിന്നെ ഇന്ത്യക്ക് 3 തരത്തിലുള്ള മൂവ്മെൻറ്റ്സ് ഉണ്ട്. ഏതൊക്കെയാണ്? പഞ്ചശീല തത്വങ്ങൾ, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ, ആ മൂവ്മെൻറ്റ്സും കറക്റ്റ് കാര്യങ്ങളും കൂടി പഠിച്ചു വെച്ചേക്കുക. പിന്നെ ചാപ്റ്റർ 28 വളരെ ഇമ്പോർട്ടൻറ്റ് ചാപ്റ്ററാണ്. അതിനകത്ത് നമ്മുടെ അടിയന്തരാവസ്ഥയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പറയുന്നത്. അതായത് ഇന്ത്യയുടെ റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യയും ചൈനയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്താണ്? ആദ്യം നല്ല ബന്ധമായിരുന്നു ഉണ്ടായിരുന്നത്, പിന്നെയെന്ന് പറയുമ്പോൾ എന്താണ്, ഇവർക്കിടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങളുണ്ടായി. മെയിനായിട്ടും അതിർത്തി തർക്കമാണ് ഉണ്ടായത്. അത് ആദ്യമായിട്ട് അതിർത്തി തർക്കം ഉണ്ടായ വർഷം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1962 പിന്നെ അത് കഴിഞ്ഞിട്ട് എന്താണ് 1993 അത് പരിഹരിച്ചു. പിന്നെ വീണ്ടും 2020 വീണ്ടും പ്രശ്നങ്ങളുണ്ടായി. മെയിനായിട്ട് എന്താണ്, ടിബറ്റിനെ ഇന്ത്യ സഹായിച്ചു എന്ന പേരിലാണ് എന്ത് ചെയ്യുന്നത്, എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും അടി നടക്കുന്നത്. പിന്നെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള പ്രശ്നം നമുക്കറിയാം, കാശ്മീരിനെ ചൊല്ലിയിട്ടാണ് നടന്നത്. 3 യുദ്ധങ്ങളാണ് നിലവിൽ നടന്നിട്ടുള്ളത് ഇന്ത്യയും കാശ്മീരും തമ്മിൽ. പിന്നെ ശ്രീലങ്കയും ഇന്ത്യയും തമ്മിലുള്ള റിലേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം
ശ്രീലങ്ക എന്ന് പറയുമ്പോൾ ഒരു ദ്വീപ് രാജ്യമായിരുന്നു. ആദ്യം നല്ല ബന്ധം ഉണ്ടായിരുന്നു. പിന്നെ എന്ത് ചെയ്തു, നമ്മുടെ ഇവിടെ നിന്ന് ഇന്ത്യയിൽ നിന്ന് ആളുകൾ, തമിഴ്നാട്ടിൽ നിന്ന് ആളുകൾ കുടിയേറി പാർത്ത് അവർ LTT എന്ന് പറഞ്ഞ സംഘടന രൂപീകരിച്ചു. അത് പ്രകാരം അവർ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് തിരിച്ചു കൊണ്ടുവന്നു. അങ്ങനെ ഇവർ തമ്മിലുള്ള ആ ഒരു ബന്ധം വഷളായി. ആ കറക്റ്റ് കഥ ഞാൻ ആ ചാപ്റ്റർ പഠിപ്പിക്കാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അതും നിങ്ങൾ പഠിച്ചു വെച്ചേക്കുക. പിന്നെ 30ാമത്തെ ചാപ്റ്റർ എന്ന് പറയുമ്പോൾ UN-മായി ബന്ധപ്പെട്ടതാണ്. UN-ൽ എത്ര അംഗങ്ങളാണുള്ളത്, UN എന്നാണ് ഓർഗനൈസ് ചെയ്തത്, അതിൻ്റെ ആ ഒരു സ്റ്റോറിയും അതിൻ്റെ ഇവല്യൂഷനും അതിൻ്റെ കഥയും കറക്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ചു വെച്ചേക്കുക. അതിൻ്റെ പ്രിൻസിപ്പിൾസും പഠിച്ചു വെച്ചേക്കുക. അത് ഉറപ്പായിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ. അതിൻ്റെ ഓർഗൻസൊക്കെ ഒന്ന് പഠിച്ചു വെച്ചേക്കുക. പിന്നെ അടുത്ത് വരുന്ന 31ാമത്തെ ചാപ്റ്ററാണ്. അതിനകത്ത് എന്താണ് ഐക്യരാഷ്ട്ര സംഘടന, അതിൻ്റെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്, UN-ൻ്റെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അതുകൂടി പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു 70% മാർക്ക് ഈ ഒരു ചാപ്റ്ററിനകത്ത് നിന്ന് കിട്ടും. ഉറപ്പായിട്ട് കിട്ടും, 100% ഉറപ്പാണ്. അപ്പം ഇത്രയും കാര്യങ്ങൾ, ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നന്നായിട്ട് പഠിച്ചു വയ്ക്കാനായിട്ട് നോക്കുക. ഇത് നന്നായിട്ട് എക്സാം എഴുതുക. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ മെസ്സേജ് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ നോട്ട് കാര്യങ്ങൾ വേണ്ട ആളുകൾ ഇതിൻ്റെ ബയോയിൽ നമ്മുടെ യൂട്യൂബ് അതായത് ബയോയിൽ എൻ്റെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്, അതിൽ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ നോട്ട്സ് കാര്യങ്ങൾ കിട്ടും. അപ്പോൾ നമുക്ക് നല്ലൊരു അടുത്തൊരു വീഡിയോയിൽ കാണാം.